യെസ്, ഫൈനലി ബിഗ് ബോസ് തമിഴ് സീസൺ 8ലേക്ക് പണപ്പെട്ടി വന്നിരിക്കുകയാണ്. പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പണപ്പെട്ടി മണി ബോക്സ് വരാൻ പോകുന്നതെന്ന്. അപ്പൊ മണി ബോക്സ് കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. ബിഗ് ബോസ് അത് ക്യാൻസൽ ചെയ്തു. അപ്പൊ ഈ ഒരാഴ്ചത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് കാണുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു എന്തൊക്കെയോ ടെസ്റ്റുകൾ ബിഗ് ബോസ് ടീം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം പ്രൊമോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ടെസ്റ്റുകൾ തന്നെയാണ് ഈ പ്രാവശ്യം മണി ബോക്സ് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ബിഗ് ബോസ് തമിഴ് സീസണിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൽ പോലും ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടില്ല. അതായത് മണി ബോക്സ് എടുത്തു കഴിഞ്ഞ് നമുക്ക് തിരിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ തുടരാൻ സാധിക്കും. അതായത് അതിന് സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. നമ്മുടെ മണി ബോക്സ് വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേസും അതുപോലെ തന്നെ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറാനുള്ള ഒരു സർട്ടൻ ഡിസ്റ്റൻസ് ബിഗ് ബോസ് കൊടുത്തിരിക്കും. അപ്പം ഈ ഇത്ര എമൗണ്ടിന്, അതായത് നമുക്ക് പ്രൊമോയിൽ കാണുമ്പോൾ 50,000 രൂപയുടെ ഒരു മണി ബോക്സ് ആണ് കാണുന്നത്. അപ്പോൾ ഓരോ എമൗണ്ട്, ഓരോ ഫിഗറും ഇവർ കൊടുക്കുന്നതിനനുസരിച്ച് ഈ മണി ബോക്സ് എടുത്ത് തിരിച്ച് വീട്ടിനുള്ളിൽ കയറാനുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഇവർ മെൻഷൻ ചെയ്തിരിക്കും. എത്ര ദൂരം മണി ബോക്സും അതുപോലെ തന്നെ ഇവർ തിരിച്ച് കയറാൻ പറയുന്ന മെയിൻ ഡോർ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിനുള്ളിലേക്ക് തിരികെ എത്തേണ്ട ഒരു ഡിസ്റ്റൻസ് ബിഗ് ബോസ് കൊടുത്തിരിക്കും. ആ ഡിസ്റ്റൻസ് ഇത്ര സമയത്തിനുള്ളിൽ കയറണം. തിരിച്ച് മണി ബോക്സുമായിട്ട് അവർ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മണി ബോക്സ് അവർക്ക് എടുക്കാം, അതുപോലെ തന്നെ ആ വീട്ടിനുള്ളിൽ തുടരാനും അവർക്ക് സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുൻ സീസണുകളിലും അല്ലെ ഇതുവരെ ഫോളോ ചെയ്ത് വന്നിരുന്നത് മണി ബോക്സ് എടുത്ത് പുറത്തേക്ക് പോകുക എന്നുള്ളതാണ്. തമിഴ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെയാണ്, മലയാളം ബിഗ് ബോസിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതായത് മണി ബോക്സ് എടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകണമെന്നാണ് നമ്മൾ ഇതുവരെയും കണ്ടിരിക്കുന്നത്. എന്നാൽ പുറത്തേക്ക് പോകണ്ട, നമുക്ക് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ തുടരാൻ സാധിക്കും. ആ ഒരു ട്വിസ്റ്റാണ് മണി ബോക്സിൽ ബിഗ് ബോസ് തമിഴ് സീസൺ 8ൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണേലും നമുക്ക് നോക്കാം ആരായിരിക്കും, ആരെങ്കിലും എടുക്കാൻ സാധ്യതയുണ്ടോ. 50,000, 1 lakh, 3 lakh, 5 lakhs എന്ന് തുടങ്ങി നമുക്ക് നോക്കാം. ഒരു 15 lakh, 16 lakh വരെയും വെക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ളിൽ ആരെങ്കിലും എടുക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഇതുവരെയും അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് ലൈവിൽ മണി ബോക്സ് വെക്കുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ ഇതൊരു റിസ്കി ഫാക്ടർ ആയതുകൊണ്ട് മണി ബോക്സ് എടുത്ത് പോകാൻ താല്പര്യമുള്ളവർ മാത്രമേ എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു ഡിസ്റ്റൻസും സമയത്തിനുള്ളിൽ തിരികെ എത്താൻ സാധിക്കുമെന്ന് കുറച്ച് സ്പീഡായിട്ട് പോയി എടുക്കാൻ പറ്റുന്നുള്ളവർ ചിലപ്പോൾ റിസ്ക് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. പോസിബിൾ ആണ്, നല്ലൊരു എമൗണ്ട് ആണ് വെക്കുന്നത് എങ്കിൽ. അപ്പം അതിൽ നമുക്കറിയാം ടോപ്പ് 6 കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പോൾ 6 പേരെ വെച്ചുകൊണ്ടാണ് ഈ അവസാന ആഴ്ച ബിഗ് ബോസ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്, മണി ബോക്സിൽ ഒരു ട്വിസ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ മുത്തു, റയാൻ ഒക്കെയാണ് നല്ല സ്പീഡായിട്ട് ഓടാൻ സാധിക്കുന്നവർ. അപ്പം അവരായിരിക്കും ഇതിനകത്ത് എടുത്തുകൊണ്ട് തിരികെ കയറും എന്നുള്ള ഒരു കോൺഫിഡൻസോടെ എടുക്കാൻ സാധ്യതയുള്ളവർ. എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, ഇത് എടുത്ത് തിരിച്ചു വരാം എന്നുള്ള ഒരു പോസിബിലിറ്റിയിൽ ചെയ്യാൻ മുന്നോട്ട് വരാൻ പോകുന്നത്. മറ്റു ആരെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പുറത്തേക്ക് പോകാൻ തന്നെയായിരിക്കും വരുന്നത്. എനിക്ക് പുറത്തേക്ക് പോയാലും കുഴപ്പമില്ല, എന്നാൽ ഒന്ന് നോക്കിയേക്കാം എന്നുള്ള ഒരു താല്പര്യത്തോടെ വരാനായിരിക്കും. കാരണം പിന്നീടുള്ള സൗന്ദര്യ, പവിത്ര, ജാക്ലിൻ എന്നിവരാണ്, വിശാൽ എന്നിവരാണ്. ഇവരെ സംബന്ധിച്ച് അധികം സ്പീഡിൽ ഇത്ര സമയത്തിനുള്ളിൽ എത്താൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. പിന്നെ അതല്ലാതെ പുറത്തേക്ക് പോകാം, എമൗണ്ട് എടുത്ത് പോകാൻ എന്നുള്ളത് നിൽക്കുന്നവരിൽ ആരാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാനെ സംബന്ധിച്ച് നല്ലൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്പീഡിനുള്ളിൽ കറക്റ്റ് സമയത്തിനുള്ളിൽ ഇത്ര ദൂരത്തിന് കറക്റ്റ് ഒരു അപ്രോക്സിമേറ്റ് അവന് പറ്റുന്ന രീതിയിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. എടുത്ത് തിരിച്ച് ഹൗസിനുള്ളിൽ വരാൻ എന്നുള്ള കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ഫിഗറിൽ ആ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ അറിയാൻ എടുത്ത് തിരികെ കയറാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തമിഴ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഒരാൾ മണി ബോക്സും എടുത്ത് തിരിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി ഫിനാലെ വീക്ക് കംപ്ലീറ്റ് ചെയ്യാനും പോകുന്നത് ആദ്യമായിട്ട് തന്നെയായിരിക്കും. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഈ ഒരു സീസൺ 6ൽ അങ്ങനെ നടക്കുമോ എന്ന്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആരായിരിക്കും എടുക്കുന്നതെന്ന്, അങ്ങനെ എടുക്കാൻ പോയി അത് ഫെയിലായി പുറത്തേക്ക് പോകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.